മുഖ്യമന്ത്രി സർവേയിൽ ട്വിസ്റ്റ്. തരൂരിനും സർവേ കമ്പനിക്കും തമ്മിൽ ബന്ധമെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. PR പ്രവീണ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. പ്രവീണ, ഈ തരൂരിന്റെ സർവേ, തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയ സർവേ നടത്തിയ കമ്പനിക്കും തരൂരിനും തമ്മിൽ ബന്ധമുണ്ട് എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. എന്തൊക്കെയാണ് ഇവർ തമ്മിലുള്ള ബന്ധത്തിന്റെ വിശദാംശങ്ങൾ നമ്മുടെ കൈവശമുള്ളത്? ലക്ഷ്മി, ഇപ്പോൾ വ്യക്തമാകുന്നതനുസരിച്ച് വോട്ട് വൈബിംഗ് എന്നുള്ള ഡൊമൈൻ വഴിയാണ് സർവേ നടത്തിയിരിക്കുന്നത്. ഈ സർവേ നടത്തിയിരിക്കുന്ന ഇതേ കമ്പനി, അത് എൻഡ്യൂറൻസ് തരൂരിന്റെ മുഖ്യമന്ത്രി സർവേ നടത്തിയ കമ്പനിക്കും അതുപോലെ തന്നെ തരൂരിന്റെ സർവേ നടത്തിയ കമ്പനിക്കും തരൂരിന്റെ മുഖ്യമന്ത്രി സർവേ നടത്തിയ കമ്പനിയും ഒന്ന് തന്നെയാണ്. വോട്ട് വൈബിൻ വെബ്സൈറ്റും തരൂരിന്റെ സ്വന്തം വെബ്സൈറ്റും തയ്യാറാക്കിയത് ഇതേ കമ്പനിയാണ്. എൻഡ്യൂറൻസ് ഡൊമൈൻസ് ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഡൊമൈൻ. ഈ www.shashitharoor.in രജിസ്റ്റർ ചെയ്ത കമ്പനിയും വോട്ട് വൈബ്.in കമ്പനിയും ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ്. രണ്ട് മുംബൈ ആസ്ഥാനമായ എൻഡ്യൂറൻസ് ഡൊമൈൻസ് ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് ആണെന്നുള്ളതാണ് വ്യക്തമായിരിക്കുന്നത്. 24/2/2014 ശശി തരൂർ തന്റെ ഡൊമൈൻ രജിസ്റ്റർ ചെയ്തത്. ഇതേ കമ്പനിയുടെ ഇതേ ഡൊമൈൻസാണ് 2/3/2025 വോട്ട് വൈബിൻ എന്ന ഡൊമൈനും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അന്ന് പക്ഷേ ഈ 2014 പക്ഷേ അതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിരുന്നില്ല. ഇപ്പോൾ അത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിരിക്കുന്നു. 23% പേർ മുഖ്യമന്ത്രിയാകാൻ ശശി തരൂരിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതായിരുന്നു ഈ ഡൊമൈനിൽ, ഈ വെബ്സൈറ്റിൽ വന്ന സർവേ. ഇത് കുക്ഡ് ആണെന്നുള്ള പരാമർശങ്ങളടക്കം നേതാക്കൾ നടത്തിയിരുന്നു. അപ്പോഴാണ് ഇതിന്റെ രണ്ടിന്റെയും ഡൊമൈൻ ഒന്നാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ലക്ഷ്മി, പ്രവീണ, കഴിഞ്ഞ ദിവസം തന്നെ പല നേതാക്കളും ഇക്കാര്യം പറയാതെ പറയുന്നുണ്ടായിരുന്നു. അടൂർ പ്രകാശിനെ പോലുള്ളവർ പറയുന്നുണ്ടായിരുന്നു, UDF കൺവീനർ പറയുന്നുണ്ടായിരുന്നു, ഈ സർവേ നടത്തുന്നതാണോ എന്നും പരിശോധിക്കണം എന്ന തരത്തിൽ ഒളിപ്പിച്ച് പറയുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ തരൂർ വിമർശനം ശക്തമാകാൻ തന്നെയല്ലേ സാധ്യത? ഈ സർവേക്കെതിരെ കൂടുതൽ നേതാക്കന്മാർ കൂടുതൽ ശക്തിയോടെ രംഗത്തെത്തും എന്ന് കരുതാമല്ലേ? കാരണം ശശി തരൂരിന്റെ ഏറ്റവും വലിയ മോഹമാണ് കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുക എന്നുള്ളത്. അതിനുവേണ്ടി അദ്ദേഹം ഇവിടെ ലീഗ് അടക്കമുള്ള നേതാക്കളെയൊക്കെ നേരത്തെ തന്നെ കാണുകയും സംസാരിക്കുകയും അവരുടെയൊക്കെ പിന്തുണ തേടുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിനിടയിലാണ് പക്ഷേ പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഇങ്ങനെ ഒരു സർവേ പുറത്തു വരുന്നത്. പക്ഷേ ഇതിന്റെ ഡൊമൈൻ നോക്കുമ്പോൾ രണ്ടും ഒന്നാണെന്ന് മനസ്സിലായതോടെ ഇത് നേതാക്കൾ ആരോപിച്ചതുപോലെ ഇത് ഒരു നേരത്തെ തന്നെ തയ്യാറാക്കിയ ഒരു സർവേ ആണെന്ന് വ്യക്തമാകുന്നത്. ഇനി തരൂരിനെതിരെയുള്ള വിമർശനം ശക്തമാക്കുക തന്നെ ചെയ്യും. പക്ഷേ തരൂരിന്റെ മനസ്സിലിരിപ്പ് എന്താണ് എന്നുള്ളത് അറിയാത്തത് കൊണ്ട് ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ നടപടി എടുക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകാത്തത്. എന്തായാലും തരൂരിന്റെ സർവേയെ കേരളത്തിലെ നേതാക്കളെല്ലാം തന്നെ തള്ളി പറഞ്ഞിട്ടുണ്ട്. അതിനൊപ്പമാണ് അടിയന്തരാവസ്ഥയ്ക്കെതിരെ നെഹ്റു കുടുംബത്തെ, ഇന്ദിരാഗാന്ധിയൊക്കെ അതിനിശിതമായി വിമർശിക്കുന്ന തരൂർ ലേഖനം കൂടി വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ സർവേ, ആ ലേഖനം, ഇതെല്ലാം ചേർന്ന് വലിയ അതൃപ്തി ദേശീയ നേതൃത്വത്തിന് മാത്രമല്ല സംസ്ഥാന നേതൃത്വത്തിന് വലിയ അതൃപ്തിയാണ്. പലരും ആ കാര്യം ഒരു മാന്യതയുടെ പേരിൽ പറയാതെ ഇരിക്കുന്നു എന്ന മട്ടിലാണ്. അദ്ദേഹം ദേശീയ നേതാവാണല്ലോ, ഞങ്ങൾ എങ്ങനെ പറയും എന്ന മട്ടിലാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് അടക്കം പ്രതികരിച്ചത്. ഇപ്പോൾ ഈ വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ തരൂരിനെതിരെ നടപടിയെടുക്കണം എന്ന സമ്മർദ്ദം കേരളത്തിലെ നേതാക്കളുടെ ഭാഗത്ത് നിന്ന്, KPCCയുടെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതയില്ലേ? നേതാക്കൾ പൂർണ്ണമായും, ഒരു വിഭാഗം നേതാക്കൾ പൂർണ്ണമായും ആവശ്യപ്പെടുന്നത് തരൂരിനോട് വിശദീകരണം ചോദിക്കണം എന്നുള്ളതാണ്. കാരണം നെഹ്റു കുടുംബത്തെ, ഇന്ദിരാഗാന്ധി അടക്കം അടിയന്തരാവസ്ഥക്കാലത്തെ ലേഖനത്തിൽ കടുത്ത വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. എപ്പോഴും BJPയുടെ കയ്യിൽ വടി കൊടുത്ത് കോൺഗ്രസിന് തല്ലാൻ തരൂർ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണവും ശക്തമാണ്. ആ സാഹചര്യത്തിൽ പാർലമെന്റ് സമ്മേളനത്തിന് മുൻപ് തരൂരിനോട് വിശദീകരണം ചോദിക്കണം എന്നുള്ളതാണ് ആവശ്യം. പക്ഷേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ദേശീയ നേതൃത്വമാണ്. ഞങ്ങളായി അദ്ദേഹത്തിന് പുറത്തേക്കുള്ള വഴി കാട്ടേണ്ടതില്ല എന്നുള്ള നിലപാടാണ് ദേശീയ നേതൃത്വത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വിശദീകരണം ചോദിക്കുകയോ കാരണം ചോദിക്കുകയോ ചെയ്ത് പ്രശ്നം തീർത്തേക്കാം. പക്ഷേ കേരളത്തിലെ നേതാക്കൾക്ക് കടുത്ത അമർഷം ഇക്കാര്യത്തിൽ ഉണ്ട്. ദേശീയ നേതൃത്വവും ദേശീയ നേതാക്കളിൽ ചിലർ അദ്ദേഹത്തെ BJPയുടെ തത്ത എന്നുള്ള തലത്തിൽ കഴിഞ്ഞ ദിവസം പരാമർശിക്കുന്ന സ്ഥിതിയും ഉണ്ടായിരുന്നു. ഈ തരൂറിന്റെ ബന്ധം, ഈ സർവേ നടത്തിയ കമ്പനിയുമായുള്ള ബന്ധം സംബന്ധിച്ച് കൂടുതലായി കൈവശമുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് പ്രവീണ? അതുമായി ബന്ധപ്പെട്ട് ഒരിക്കൽ കൂടി.
വോട്ട് വൈബിൻ എന്നുള്ള വെബ്സൈറ്റ് ആണ് ഇതിന്റെ സർവേ നടത്തിയിരിക്കുന്നത്. ഇതിന്റെ ഡൊമൈനും 2014 ശശി തരൂർ .in എന്നുള്ള സൈറ്റിന്റെ ഡൊമൈനും ഒന്നാണ്. എൻഡ്യൂറൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയാണ് രണ്ടിന്റെയും ഡൊമൈൻ എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. പക്ഷെ 2014 രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ തരൂരിന്റെ വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അന്ന് ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അല്ല, പക്ഷെ എൻഡ്യൂറൻസ് കമ്പനി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ രണ്ടിന്റെയും ഡൊമൈൻ ഒന്നാണ് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അപ്പോൾ ശശി തരൂരിന് വേണ്ടി ഒരു സർവേ നടത്തി അത് പ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം. സർവേ നടത്തിയ കമ്പനിയും തരൂരും തമ്മിലുള്ള ബന്ധമാണ് വ്യക്തമാകുന്നത്. അതിന്റെ വിവരങ്ങളാണ് നമ്മൾ പങ്കുവച്ചത്. ഉറപ്പായും കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് പ്രതികരണം, ശശി തരൂരിന്റെ തന്നെ പ്രതികരണം ഈ വിഷയത്തിൽ അറിയേണ്ടതുണ്ട്. അതിനാണ് കാത്തിരിക്കുന്നതും. PR പ്രവീണയാണ് വിവരങ്ങൾ പങ്കുവച്ചത് തിരുവനന്തപുരത്ത് നിന്ന്.